ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു വ്ളോഗായിരുന്നു. ഇതൊന്നും എളുപ്പമുള്ള കേസല്ല കേട്ടോ. വണക്കം 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 മക്കളെ, വണക്കം. സെക്കൻഡ് വ്ളോഗിലേക്ക് ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ഡേ ഫോർ കോൺസെർട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഏകദേശം തീരാറുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് കിട്ടിയതെല്ലാം കഴിച്ച് ഇപ്പൊ വീണ്ടും ഉറക്കം വരുന്നുണ്ട്. പോരാത്തതിന് ഇന്ന് സൺഡേ ഇവിടെ ഞാൻ ഈ കാലത്തുനിന്ന് പുറത്തിറങ്ങി നടന്നപ്പോ കടകളൊക്കെ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം നീ ഇവിടെ എന്താണ് നോക്കാൻ പറഞ്ഞിട്ട് വിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങോട്ടൊക്കെ പോയി. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോയിട്ട് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് കോൺസേർട്ട് ഒരു 6 മണിക്കാണ് അവിടെ എൻ്റർ ആവേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് ഒരു 5 മണിക്ക് കൊണ്ടുവരും. എന്നിട്ട് കോൺസേർട്ടിന് പോയിട്ട് ബാക്കി കോൺസേർട്ട് കാണാം. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഡേ, ഫൈനൽ ഡേ, കോൺസേർട്ട് ഡേ റെഡി ആയിരിക്കുകയാണ്. കോൺസേർട്ട് ഏക്കോണിനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിന് മുന്നേ പോയിട്ട് ഫുഡ് കഴിക്കണം. വിശക്കുണ്ട്. ഇന്ന് ഇന്ത്യൻ ഫുഡ് എന്തെങ്കിലും കഴിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. അനക്ക് എന്താണ് കഴിക്കേണ്ടത്? ബിരിയാണിയാ. ഇവിടുത്തെ ബിരിയാണി ചിക്കൻ റൈസ്. കൈയൊക്കെ ഉണ്ടല്ലോ മറ്റേ മൈലാഞ്ചി ഇട്ട പോലെ മഞ്ഞയും ചോപ്പൊക്കെ ആവും കളർ ഇട്ട് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ. നമുക്ക് ബിരിയാണി കഴിക്കാം. ഓക്കെ, വായ്പ. ഗൈസ്, അവിടെ ഇറങ്ങി നമ്മൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കണത്. യൂറോപ്പിൽ നിന്ന് ഓൾഡ് മഗ് കിടക്കുന്നത് അതും ബാറിൽ ഈ പ്രൈസിന് കിടക്കുന്നത്. അതായത് 25 സ്ലോട്ട്, 500 രൂപ ഒരു പെഗിന്. നസ്ഡ്രോവേ, പോൾസ്കി പാനോവേ, ഓൾഡ് മങ്ക് കുറേ നാളായി ടേസ്റ്റ് നോക്കിയിട്ട്. പക്ഷെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? പിന്നിലിരിക്കുന്ന സീനല്ലേ നമ്മുടെ നാട്ടിലെ ഒരു വൈബ് കിട്ടുന്ന ബാക്കിലെ ഫോട്ടോ ഒക്കെ. നല്ല ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ. കുട്ടി ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ 6:30ക്കാണ് കയറേണ്ടത്. ഇപ്പോൾ സമയം 6:46 ഫുഡ് വരട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞു. അങ്ങനെ സാധനം വന്നിട്ടുണ്ട്. ആരും മേടിക്കണ്ട. ദോശ വേറെ ഗൈസ്. തൈരുണ്ട്, റോഡ് വാങ്ങുന്നുണ്ട്. അപ്പോൾ പാക്കലാം. ഞാനേ കഴിച്ചിട്ട് വരാം. ഓക്കെ. You must not know about me. You must not know about me. Said everybody, let me hear you say, oh, oh, oh. Stop playing, girl, and come on home. Baby girl, I didn't mean to shout. I wanted to get you the way I heard. I never heard. Watch me slide all on the floor. Give me some more till you get so. കോൺസേർട്ട് കഴിഞ്ഞതേ തിരിച്ചെത്തി. ടീഷർട്ട് ഉണ്ടായതുകൊണ്ട് പടച്ചില്ലേ ഐക്കോണിയോ. സത്യം പറഞ്ഞാൽ കത്തിച്ചു വിട്ടു. കാരണം എന്താ വെച്ചാൽ ആൾക്കാരായിട്ട് എൻഗേജ് ചെയ്തൊരു കോൺസേർട്ട് വേറെ ഉണ്ടായിട്ടില്ല. രണ്ടുപേരും അറൗണ്ട് 40 അല്ലെങ്കിൽ 40+ ആയിട്ടുണ്ടാവും അല്ലേ. 40+ ആയിട്ടുണ്ട്. എന്നാൽ ആലോചിച്ച് നോക്ക്, 45 വയസ്സായിട്ട് അവർ എന്ത് കളി കളിച്ചത്. തിരിച്ചു വന്നു. ഈ കബാബ് ഷോപ്പിൽ കയറി ഉടനെ ആരും ഉണ്ടായിരുന്നില്ല. 2-3 പേരുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞതോടി വൻ തിരക്ക്. വാഴ്സോല് പരിപാടി അറ്റൻഡ് ചെയ്തു, ജർമ്മനിൽ പരിപാടി അറ്റൻഡ് ചെയ്തു. അവിടെയൊക്കെ ആൾക്കാർ അൺകൺട്രോളബിൾ ആയിരുന്നു. ഫുള്ള് വൃത്തിയില്ലാണ്ട് ബിയർ തട്ടിക്കളഞ്ഞ ആകെ സീനായിരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ അടിച്ചു വരുന്ന പ്രൊഡക്റ്റാൻ എപ്പോഴും ഒരാളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന പരിപാടി കഴിഞ്ഞു. വാസ് എ നൈസ് സ്മോൾ വെക്കേഷൻ. ഫസ്റ്റത്തെ വീഡിയോ കാണാത്തവർ അത് പോയി കണ്ടിട്ട് വരിക. ഈ എൻ്റർടൈനിങ് ആയിട്ടുള്ള വ്ളോഗ് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു വ്ളോഗായിരുന്നു. ഇത് ശരിക്കും ഉണ്ടായിരുന്നു പോലും ഇല്ല. ചിലവരുടെ ഫ്രണ്ട്സ് ചിലവരെ ചാമ്പിയപ്പോൾ യഥാർത്ഥ പ്രതിസന്ധി ഘട്ടങ്ങളിലെ നായകന്റെ വരവ് കാണിച്ചു കൊടുത്താണ് ഈ ഒരു ട്രിപ്പ്.
நன்றி சொல்வேன் தெய்வமே. ഇവൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ആരും വിശ്വസിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് താങ്ങായും തണലായ ഒരാളുള്ളത് എന്തുകൊണ്ട് നല്ലതാണ് അല്ലേ? നല്ലത്. നമുക്ക് ഉള്ള സമയം അടിച്ചു പൊളിക്കുക, പിറ്റേ ദിവസം പണിയെടുക്കുക, പട്ടിയുടെ പോലെ പണിയെടുക്കുക, റിബിൻ പറയുന്ന പോലെ രാജാവിൻ്റെ പോലെ ജീവിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ പാക്കലാം. ബൈ. നിങ്ങൾ ഡെയിലി വ്ളോഗ് ചെയ്യണവരൊക്കെ എങ്ങനെയാണ് വ്ളോഗ് ചെയ്യുന്നത്? ഇതൊന്നും എളുപ്പമുള്ള കേസല്ല കേട്ടോ. ഇതിങ്ങനെ മെല്ലെ നടക്കടാ ഇവിടെ സ്പീഡ് കിടന്നിട്ട് ഞാനിപ്പോൾ ഞാൻ ആലോചിക്കണത് ഇവരെങ്ങനെയാണ് ഇത്രയും വ്ളോഗുകൾ എടുത്ത് അത് എഡിറ്റ് ചെയ്ത്. എൻ്റെ പൊന്നോ, എളുപ്പമല്ല കേട്ടോ. ഞാൻ വെറും 1 ദിവസം 1.5 ദിവസം മര്യാദയ്ക്ക് വ്ളോഗ് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ കിളി പോയി. ഓ മൈ ഗോഡ്. അപ്പോൾ പോട്ടെ. താങ്ക് യു ആക്കുണ്ണിയോ. ബൈ. പോട്ടെ.